നമസ്കാരം. ഓം 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 കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം ത്രയോവിംശ സർഗഃ 23-ാം സർഗം. കഴിഞ്ഞ സർഗത്തിൽ ഖരൻ വീണ്ടും യുദ്ധത്തിനായി പുറപ്പെടുന്ന ഭാഗമാണ് വിവരിച്ചിരുന്നത്. ആദ്യം ഖരനെ ഇളിപ്പിലാക്കിയും പിന്നീട് വളരെ വീര്യവാനായിട്ടും ചിത്രീകരിച്ച് ശൂർപ്പണഖ ഖരനെ കൂടുതൽ ഉന്മേഷചിത്തനാക്കുന്നു. അപ്പോൾ തൻ്റെ സേനാപതിയോട് തൻ്റെ 14,000 സേനകളെ തയ്യാറാക്കാൻ ആജ്ഞാപിക്കുന്നു. എൻ്റെയും മനോഹരമായ രഥം സജ്ജമാക്കാൻ ആജ്ഞാപിക്കുന്നു. അങ്ങനെ ആ രഥത്തിൽ കയറി ഖരനും 14,000 സേനകളും രാമനെ നേരിടാൻ തയ്യാറായി അവിടെ നിന്ന് നീങ്ങുന്നു. ഖരൻ്റെ രഥം അതിവേഗത്തിൽ ഓടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം ദിക്കുകളിലെല്ലാം പ്രതിധ്വനിച്ചു. അങ്ങനെ കല്ലുകൾ പെയ്യുന്ന മേഘം പോലെ സാരഥിയെ ഖരൻ വേഗത്തിലോടിക്കാൻ തിടുക്കപ്പെടുത്തി. രഥം വേഗത്തിലോടിക്കാൻ തിടുക്കപ്പെടുത്തുകയാണ്. 23-ാം സർഗത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 1. തത്പ്രയാതം ബലം ഘോരം അശിവം ശോണിതോദകം അഭ്യവർഷൻ മഹാഘോരസ്തുമുലോ ഗർദഭാരുണഃ. പ്രയാണം ചെയ്യുന്ന ആ സൈന്യത്തിനുമേൽ അമംഗളസൂചകമായ ചോരമഴയുതിർത്ത് ഗർദഭാരുണമായ ഘോരവന്മേഘം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശ്ലോകം 2. നിപേതുസ്തുരഗാസ്തസ്യ രഥയുക്തോ മഹാജവാഹ സമേ പുഷ്പജിതേ ദേശേ രാജമാർഗേ യദൃച്ഛയാ. നിരപ്പൊത്തതും പൂചിതറിയതുമായ പ്രദേശത്തിലെ രാജമാർഗത്തിൽ സഞ്ചരിക്കുന്ന രഥത്തിൽ പൂട്ടിയ അതിവേഗമുള്ള കുതിരകൾ കാലിടറി വീണു യാദൃച്ഛികമായി. ശ്ലോകം 3. ശ്യാമം രുധിരപര്യന്തം ബഭൂവ പരിവേഷണം അലാത ചക്രപ്രതിമം പ്രതിഗൃഹ്യ ദിവാകരം. ആദിത്യന് ചുറ്റും തീനാളം കൊണ്ടുള്ള വൃത്തം പോലെ കറുത്ത അറ്റം ചുവന്ന ഒരു പരിവേഷം ഉണ്ടായി. ശ്ലോകം 4. തതോ ധ്വജമുപാഗമ്യ ഹേമദണ്ഡം സമുച്ഛ്രിതം സമാക്രമ്യ മഹാകായ സ്തസ്വഗൃധ്ര സുദാരുണഃ. ഹേമദണ്ഡത്തോടെ, അതായത് സ്വർണ്ണ കൊടിമരത്തോടെ ഉയർന്നു നിൽക്കുന്ന ധ്വജത്തിന് ചുറ്റും പറന്ന് ഭീമാകാരനായ ഭയങ്കരനായ ഒരു കഴുകൻ ഇരുന്നു. ശ്ലോകം 5, 6. ജനസ്ഥാനസമീപേ ച സമാക്രമ്യ ഖരസ്വനാഃ വിസ്വരാൻ വിവിധാൻ നാദാൻ മാംസാദാ മൃഗഭക്ഷിണഃ. വ്യാജ ഹുരഭി ദീപ്തായാം ദിശി വൈ ഭൈരവസ്വനം അശിവം യാതു ധാനാനാം ശിവാഘോര മഹാസ്വനാഃ. 5-6 ശ്ലോകങ്ങളുടെ അർത്ഥം.
ജനസ്ഥാന സമീപത്ത് മാംസഭുക്കുകളായ മൃഗങ്ങളും പക്ഷികളും വട്ടം ചുറ്റി വിവിധ ഘോര ശബ്ദങ്ങളും കിഴക്കേ ദിക്കിൽ യാതുധാനന്മാർക്ക് അമംഗളം സൂചിപ്പിക്കുന്ന വിധത്തിൽ പെൺകുറുക്കന്മാർ ഭീകരസ്വനങ്ങളും പുറപ്പെടുവിച്ചു. ശ്ലോകം 7. പ്രഭിന്ന ഗജസംകാശാസ്തോയ ശോണിതധാരിണഃ ആകാശം തദനാകാശം ചക്രുർഭീമാംബുവാഹകാഃ. മദം പൊട്ടിയ ആനകളെപ്പോലെ രക്തജലം ഉൾക്കൊള്ളുന്ന ഭീമമേഘങ്ങൾ ആകാശത്തെ പ്രകാശമില്ലാത്തതാക്കി. ശ്ലോകം 8. ബഭൂവ തിമിരം ഘോരം ഉദ്ധത ബഭൂവ തിമിരം ഘോരം ഉദ്ധതം രോപഹർഷണം ദിശോ വാ പ്രദിശോ വാപി സുവ്യക്തം ന ചകാശിരേ. 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം, പേടികൊണ്ട് രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന വിധത്തിൽ ദിക്കുകളിലും വിദിക്കുകളിലും അതിഘോരമായ ഇരുട്ട് പരന്ന് അവ തിരിച്ചറിയാതായി. ശ്ലോകം 9. ക്ഷത ജാർദ്രസവർണാഭ സന്ധ്യാകാലം വിനാ ബഭൗ ഖരം ചാഭിമുഖം നേതുസ്തദാ ഘോരാ മൃഗാ ഖഗ. രക്താർദ്ര നിറത്തോടുകൂടിയ സന്ധ്യ അകാലത്ത് ഉളവായി. ഖരൻ്റെ നേരെ വർത്തിച്ച് ഘോരങ്ങളായ മൃഗങ്ങളും പക്ഷികളും ശബ്ദമുണ്ടാക്കി. 9 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.